അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SS രാജമൗലി സംവിധാനം ചെയ്ത് മഹേഷ് ബാബുവിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഒരു ടീസർ വന്നിട്ടുണ്ട് ഗൈസ്. ഒരു കുട്ടി ടീസർ അല്ല, 3 മിനിറ്റുള്ള ഒരു ടീസറാണ് ഗൈസ്. അപ്പൊ നമുക്കത് റിയാക്ഷൻ ചെയ്യാം. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. അപ്പൊ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ തുടങ്ങുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് മറ്റാരുമല്ല ഗൈസ്, രാജമൗലിയാണ് ഗൈസ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ബാഹുബലി, RR അത്തരത്തിലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളാണ് അദ്ദേഹം ഇതുവരെയും ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ചിത്രം പോലും എനിക്ക് പരാജയപ്പെട്ടായിട്ട് തോന്നിയിട്ടില്ല ഗൈസ്. എല്ലാം ആൾ ടൈം മൈ ഫേവറേറ്റ് ചിത്രങ്ങളാണ് ഗൈസ്. അതിലിപ്പോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവസാനം അദ്ദേഹം റിലീസ് ചെയ്ത RR ആയാലും, അപ്പം ആ ഒരു ലെവലിലായിരിക്കും ഈ ചിത്രവും. ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും ചിത്രത്തിന്റെ ബഡ്ജറ്റ് വന്നിട്ട് ഏകദേശം ഒരു 1000 കോടിക്ക് മുകളിൽ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഗൈസ് കിട്ടുന്നത്. അതും ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് 2027 ഗൈസ്. അതുവരെ ഒരു കാത്തിരിപ്പ് നമുക്ക് വേണം. പിന്നെ നായികയായിട്ട് വരുന്നത് പ്രിയങ്ക ചോപ്ര. വില്ലനായിട്ട് നമുക്കറിയാം പൃഥ്വിരാജ് സുകുമാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഈയിടയ്ക്ക് അദ്ദേഹത്തിന് ട്രോളിലോട്ടൊക്കെ കൊണ്ട് നയിച്ച ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ട്രോൾ ചെയ്യ ഒരു പോസ്റ്ററാണത്. ആ പോസ്റ്ററിനെ പറ്റി നമുക്ക് നോക്കാം. നിങ്ങൾ അപ്പം ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രമായിരിക്കും. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ പറ്റി നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും തന്നെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രങ്ങളാണ്. അപ്പൊ നമുക്ക് റിയാക്ഷനിലോട്ട് കടക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, എടുത്ത് പറയാൻ വിട്ട 2 കാര്യമുണ്ട്. അതുപോലെ എടുത്ത് പറയാൻ വിട്ട 2 കാര്യം, അതായത് ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ടീസറും അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി നമ്മൾ നോക്കിയിട്ടില്ല. നമ്മളിനി അതിനെപ്പറ്റി ചർച്ച ചെയ്യും ഇവിടെ തന്നെ. അതുകൊണ്ട് ഓക്കെ. പിന്നെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷൻ സാഹസിക കഥയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു ബഡ്ജറ്റിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി നമുക്ക് പറയാൻ പറ്റൂല ഗൈസ്. ആ ഒരു ലെവല്, അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ പറ്റൂല ഗൈസ്. അദ്ദേഹത്തിനെ പറ്റി വിലയിരുത്താനേ കഴിയില്ല ഗൈസ്. ആ ഒരു ലെവലിലാണ് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത് ഗൈസ്. ബാഹുബലിയൊക്കെ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. യെസ്, അതാണ് ഗൈസ്. ആ ഒരു മികച്ച രീതിയിലാണ് അദ്ദേഹം എടുക്കും. നമുക്ക് ടീസർ റിയാക്ഷനിലോട്ട് പോവാം. അപ്പൊ ടൈറ്റിൽ ഏതാണെന്നും ടീസർ ഏതാണെന്നും ടീസറിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, ബൈ ഗൈസ്. നമുക്ക് ഫസ്റ്റ് പൃഥ്വിരാജ് ട്രോളുകളിൽ ഇടം നേടിയ ആ ഒരു പോസ്റ്റർ റിയാക്ഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ടീസർ റിയാക്ഷനിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, സ്റ്റാർട്ട് ചെയ്യാം. SSM 29 SS രാജമൗലി ഫിലിം. രാജമൗലി പൃഥ്വിരാജ്. നമ്മളെ വീൽ ചെയറിലിരുന്ന് നമ്മളെ സുകുമാരാണ് പറയുന്നത് ഗായ്സ്. പൃഥ്വിരാജ്, കുമാരൻ, സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര. ഓക്കെ ഗായ്സ്, അപ്പം ഈ ഒരു പോസ്റ്ററാണ് ഗൈസ് പൃഥ്വിരാജിനെ ട്രോളുകളിലോട്ട് ഇടം നേടി കൊടുത്തൊരു പോസ്റ്റർ. അപ്പൊ നമുക്ക് അടുത്ത് ടീസർ റിയാക്ഷനിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് ടീസർ റിയാക്ഷൻ. ഓക്കെ, ഫസ്റ്റ് ശ്രീ ദുർഗ ആർട്സ് പ്രൊഡക്ഷൻ കമ്പനി. ബാഹുബലി RR ഡയറക്ടർ ഫോർ രാജമൗലി. വിഷ്വൽ കൊള്ളാം ഗൈസ്. ജലം ഫസ്റ്റ് നമുക്ക് തീ എണ്ണാൻ കറ്റി, അടുത്ത് നമുക്ക് ഐസ്. നമ്മള് RRലേക്ക് ആ കൈയില് തമ്മിലുള്ള ഒരു ഇത് കണക്ഷൻ ഇല്ല ഗൈസ്. അത് കപ്പലല്ലേ? യെസ്, കപ്പൽ. ഇത് ടൈറ്റാനിക്കാ. സീബ്രല്ലേ? ആന സീബ്രണ്ട്. ആരോ മറ്റേ പാരച്യൂട്ട് വഴി ഇറങ്ങുന്ന കേസ് മറ്റേ ഭൂമിയിലോട്ട്. ഇത് ഇതിന്റെ അണ്ണാക്കി കൂടെ പോ. അത് കൊള്ളാം. ക്യാമറ
അതേപോലെ കാലഘട്ടങ്ങളിലൂടെ കടന്നു സോങ് ആയിരുന്നു മഹേഷ് ബാബു ഗായ്സ് എത്തിയിട്ടുണ്ട്. മഹേഷ് ബാബു എത്തിയിരിക്കുകയാണ് ഗായ്സ്. അദ്ദേഹത്തിന്റെ ഫേസിൽ നല്ലൊരു മാറ്റമുണ്ട്. ബാക്കിയുള്ള പടങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു മാറ്റം അദ്ദേഹത്തിന്റെ ഫേസിൽ കാണുന്നത്. വാരണാസി രാജമൗലി മാക്സിൽ കയറുന്ന കാണാൻ മാക്സിൽ കയറുന്ന കാണാൻ പടം. ഇപ്പൊ പടം ഈ ഒരു 3 മിനിറ്റ് 40 സെക്കൻഡ്സ് അദ്ദേഹത്തിന് നമ്മളെ കൊണ്ട് പിടിച്ചിരുത്താൻ പറ്റുമെങ്കിൽ തിയേറ്ററിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഇതുവരെ പിടിച്ചിരുത്തിയിട്ടുമുണ്ട്. ഇനിയും അദ്ദേഹം പിടിച്ചിരുത്തുമെന്ന് ഉറപ്പുണ്ട് ഗൈസ്. അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് ഗൈസ്. അപ്പൊ ഈ ഒരു പടം ഏത് ലെവലിൽ ഇനി കൊളുത്തും എന്നുള്ളതാണ് കാണാനിരിക്കുന്നത്. എത്രത്തോളം കളക്ഷൻ നേടുമെന്നും എത്രത്തോളം ഭീകരമായിട്ടാണ് അദ്ദേഹം ആ ഒരു ചിത്രം എടുത്തു വച്ചിരിക്കുന്നതെന്നും ഒക്കെ ഇനി നമുക്ക് 2027 വരെ കാത്തിരുന്ന് കാണാം ഗൈസ്. അപ്പം ഇനിയും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരണ മാസങ്ങളിലും ആഴ്ചകളിലും കിട്ടുമെന്ന ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്. അതുവരേക്കും ബൈ.